എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കൻ റെസിപ്പിയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി എന്ന് പറയാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റും മൈൽഡും ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. എങ്കിലും നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് ചിക്കൻ പീസുകൾ വളരെ ചെറുതായിട്ട് ഇത്രയുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം 300 ഗ്രാം വെയിറ്റ് വരുന്ന അത്രയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം, കോൺ സ്റ്റാർച്ച്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി വെക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ ഇരിക്കും. ഇതെല്ലാം കൂടി ജോയിൻ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു വൈറ്റിഷ് ആയിട്ടൊക്കെ ഇരിക്കും. ഇതിനി നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് ഓയിലൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോഴേക്കും ഓരോ പീസുകളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി, കരിഞ്ഞു പോകരുത്. എന്നിട്ട് നമ്മൾ മീനൊക്കെ വറുക്കില്ലേ, അതേപോലെ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് തൊട്ട് 4 മിനിറ്റ് വരെ കുക്കിംഗ് ടൈം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് കുക്കായി കിട്ടും, ചിക്കനാണല്ലോ. എന്നിട്ട് ഇത് ഒരു വശം ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു കളർ ഒന്ന് ഇതുപോലെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഒരു ചെറിയ ഗോൾഡൻ കളർ വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. അപ്പോഴും എല്ലാം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഈ കളർ ഇങ്ങനെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ പാൻ തന്നെ വയ്ക്കുക. എണ്ണ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1.5 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് തയ്യാറാക്കുന്നതിൻ്റെ സോസ് തയ്യാറാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി ഇതുപോലെ മുറിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക, ഫ്രൈ ഒന്നും ആക്കണ്ട. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആ കോൺഫ്ലവർ ഇതുമായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ വെള്ളം, ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല. ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വൈറ്റ് സോസ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ്. മൈൽഡായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ഓവറായിട്ടുള്ള മസാലകളൊന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഗാർലിക് ചിക്കൻ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. ഇത്രയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദുള്ള ഒരു റെസിപ്പി ചിക്കൻ്റെ. അപ്പം ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതിൻ്റെ കളറൊക്കെ ഒന്നും മാറില്ല. ഇത് നാച്ചുറലായിട്ടുള്ള ഒരു കളറ്, ചിക്കൻ്റെ ആ കളറ് ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞു വന്നിട്ടുള്ള കളറ് ഇതാണ്. ഇതിനകത്ത് വേറെ സോസുകളൊന്നും ചേർത്ത് അതിൻ്റെ കളർ മാറ്റുമോ ടേസ്റ്റ് മാറ്റുമോ ഒന്നും ചെയ്യരുത്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു മൈൽഡായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു രുചിയുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഇത് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ചിക്കൻ ഹക്ക നൂഡിൽസിൻ്റെ ആ ഒരു ഫ്ലേവറാണ്, ടേസ്റ്റാണ് ഏകദേശം ഒരു 80% ഇതിന് കിട്ടുന്നത്. പിന്നെ വേറൊരു ടേസ്റ്റും കൂടി മിക്സായി വരുന്നുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവം തന്നെ കേട്ടോ. ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഗാർലിക് ചിക്കൻ എന്ന് പറയുമ്പോൾ ഗാർലിക്കിൻ്റെ ഫ്ലേവർ അങ്ങനെ മേലെ വരുന്നു എന്നൊന്നുമില്ല. നിങ്ങൾ കണ്ടതാണല്ലോ ഗാർലിക് എത്ര ഇട്ടു എന്നുള്ളത്. അതിൻ്റെ ഫ്ലേവറൊന്നും ഹൈക്ക് ചെയ്തൊന്നും വരില്ല. അതൊക്കെ വളരെ ലോയിലാണ് നിൽക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ നല്ലൊരു ചിക്കൻ ഹക്ക നൂഡിൽസ് കഴിക്കുന്ന ഒരു ഫീലുണ്ട് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, സിമ്പിളുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇത്രയും പെട്ടെന്നൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുമ്പോൾ ഡിഫറെൻ്റായിട്ട്. ഗാർലിക്കിൻ്റെ ഇഷ്ടമില്ലാത്ത ആരും ഇത് ഉണ്ടാക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ ഒരു ഫ്ലേവർ മേലെ വരില്ല. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരും ഈ രീതിയിൽ ചെയ്യുക. വേറെ സോസുകളൊന്നും ആഡ് ചെയ്യാതിരിക്കുക. ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.